ആൾക്കാരിത് ഊഹാപോഹങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങ് റിവീൽ ചെയ്യുവാണ്. അഞ്ചേജി പ്രഗ്നൻ്റ് ആണോ? അഞ്ചേജി ഒരു നെഗറ്റീവ് കമൻറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ഫോർഡ് മസ്താങ് എന്ന് പറഞ്ഞൊരു വണ്ടി മേടിക്കുക. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. ഇതെനിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ടൊരു ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ കോളേജിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഒരു 10-12 വർഷമായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്ന ഗിഫ്റ്റാണ്. ഒരു നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു നോർമൽ വീഡിയോ ആയിരിക്കും. അതായത് ഒന്നുകിൽ നമ്മുടെ കിളിക്കൂടിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫിഷിംഗ് വീഡിയോ. അപ്പോൾ ഇത് രണ്ടുമല്ല ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഏകദേശം 3 മാസമായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു ലൈവ് വന്നിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ആമസോൺ ട്രിപ്പ് പോയായിരുന്നു. ആമസോൺ കാട്ടിൽ പോയിട്ട് മീൻ പിടിക്കണം എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോൾ, അത് ആ കമൻറ്റ് നമ്മുടെ ചാനലിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പ് നമ്മൾ പോയി. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 4 ഫിഷിംഗ് ട്രിപ്പും കൂടെ നമ്മൾ പോയി. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചാനലിൽ വന്നു, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി സെഷനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ശ്രീകുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചു ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ? നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റും ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ വരുന്ന പോസ്റ്റും ഞാൻ ഇടുന്ന വീഡിയോസിനകത്തുനിന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. കുറേ ഉണ്ട് കേട്ടോ. അപ്പം അഞ്ചു ചേച്ചി പ്രഗ്നൻ്റ് ആണോ? അഞ്ച് പ്രഗ്നൻ്റ് ആണ്. പിന്നെ നമ്മളിതിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ വീഡിയോസിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് എനിക്കിനി 5 മിനിറ്റ് അധികം ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വീഡിയോ കാണുമ്പം കുറച്ച് ഇവരുടെ വയറൊക്കെ ഇച്ചിരി വിസിബിളാണ്. അപ്പം ആൾക്കാരിത് ഊഹാപോഹങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങ് റിവീൽ ചെയ്യുവാണ്. 5 പ്രഗ്നൻ്റ് ആണ്. ഒരു ഏപ്രിൽ ആകുമ്പോഴേക്കുമാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റാണ് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ഒരു ഫാമിലി വീഡിയോ ആണ്. ഫിഷിംഗ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് അടുത്തത് വരുന്ന ഒരു ഫാമിലി വീഡിയോ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത 3 മാസം കാണാൻ, ഏറ്റവും അവസാനത്തെ 3 മാസം എനിക്ക് തോന്നുന്നൊരു 3-4 ഫിഷിംഗ് ട്രിപ്പുകൾ നമ്മൾ പോയി. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് കമൻറ്റ് എന്തായിരുന്നു? വളച്ചൊടിച്ച് കാര്യങ്ങൾ കള്ളം പറയണം, അങ്ങനെയല്ലേ? വളച്ചൊടിച്ച് കള്ളങ്ങൾ പറയാനായിട്ട് ഏറ്റവും കഴിവ് എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു. നമ്മൾ ആക്ച്വലി ലാസ്റ്റ് പോയത് നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 മാസം നമ്മൾ ആമസോൺ പോയി. അതിനുശേഷം ഒരു 4 ഫിഷിംഗ് സീരീസ് നമ്മൾ പോയി. അപ്പോൾ ഈ ഫിഷിംഗ് ട്രിപ്പിൻ്റെ ഒരു ഫിഷിംഗ് വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 5 ദിവസത്തെ ഫിഷിംഗ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഒരു ടോട്ടൽ ഫയൽ നോക്കുവാണെങ്കിൽ ഒരു 1 TB ഫയൽ കാണും. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്താനായിട്ട് ഭയങ്കര സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫിഷിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ലേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഫിഷിംഗ് സീരീസിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് ഭയങ്കര പാടാണ്. കാര്യം 4-5 ക്യാമറയൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു 6-7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡുകൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നല്ല സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ, അതിനുശേഷം ഒരു ഫാമിലി വീഡിയോ, പിന്നെ ഒരു ഫിഷിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജോബിൻ ടി കുരുവിളയാണ്. അടുത്ത ഫിഷിംഗ് ഏത് രാജ്യത്താണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ 3 ഓപ്ഷൻസ് തരാം. ഈ 3 ഓപ്ഷൻസിൽ ഒരു രാജ്യമായിരിക്കും. ഒന്ന് ബ്രസീൽ, ഒന്ന് അമേരിക്ക, അയർലൻഡ്. ഇതിനകത്ത് 3 രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും നമ്മൾ അടുത്തതായിട്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അതൊരു സസ്പെൻസാണ്. നമ്മൾ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആഷിൻ തോമസ് ആണ്. ബ്രോ, ഏവിയറി ഒന്ന് കാണാൻ വരാൻ പറ്റുമോ? ഏവിയറി കാണാൻ വരാൻ പറ്റുമെന്ന് വെച്ചാൽ, ഏവിയറി നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലവും കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ അവിടെ വരുമ്പോഴേക്കും അവിടെയുള്ള നെയ്ബേഴ്സിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. വേറൊന്നുമല്ല, ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വരുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ്. ഞങ്ങളുടെ വീടിനടുത്താണ് ഒരു അമ്മച്ചിരിക്കുന്നത്, പ്രായമായ. അപ്പോൾ അവർക്കൊക്കെ ഈ നമ്മൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്താവശ്യം വന്ന് നമ്മളെ ചെല്ലാനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പം വേറൊന്നും ആയിട്ടല്ല, ഇപ്പം നമ്മൾ വീട്ടിൽ മമ്മിയാണെങ്കിലും ഞാൻ ഇല്ലെങ്കിലും മമ്മിയൊക്കെ ചോറോ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കണം, അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മളൊരു മണിക്കൂർ അവരോട് തിരിച്ച് നമ്മുടെ വീട്ടിലെ ചോറുണ്ടാക്കുന്ന കാര്യം മുടങ്ങും. പിന്നെ വീട്ടിൽ കൊച്ചുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും വീടുകളിലേക്ക് അധികം എൻ്റർടൈൻ ചെയ്യാറില്ല. അത് പോസിറ്റീവായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം. ഒന്ന് ആലോചിക്കുക, ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോൾ അത് ആ ഒരു സംഭവം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു പോസ്റ്റിനെ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ആൾ ചോദിക്കുന്നത്, ഇപ്പോൾ എവിടെ അടിച്ച് പൊളിക്കുന്നത്, ഇത് ഏത് സ്ഥലമാണ്? ഇത് ശരിക്കും ലണ്ടൻ താഴെയുള്ള കോൾച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഒരു ഹാലോവീൻ പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ഹാലോവീൻ പാർട്ടി ഒരു പബ്ബിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മുടെ ഒരു 10 വർഷം മുമ്പുള്ള കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആ പബ്ബിൽ എൻ്റർ ചെയ്തു, കുറച്ച് ഡാൻസൊക്കെ കളിച്ചു, പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു രസമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അത് കോൾച്ചസ്റ്റർ ലണ്ടനാണ് കേട്ടോ. കൂട്ടത്തിലുള്ളത് അഫിൻ, ആൽബിൻ. ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അരാപ്പൈമ കുളം ഫുൾ ക്ലീൻ ചെയ്ത് മീനിനെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കാമോ? അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ശരിക്കും കിളിക്കൂടിൻ്റെ വീഡിയോസ് ഇടുമ്പോഴേക്കും അതിൻ്റെ താഴെ ഒരു 10, 50, 60 അല്ലെങ്കിൽ ഒരു 100 കമൻറ്റ് വരും, അല്ലെങ്കിൽ ഒരു 50 കമൻറ്റ് വരും. കിളിക്കൂടിൻ്റെ വീഡിയോ മടുത്തു, കിളിക്കൂടിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട്. നേരെ തിരിച്ച് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ഇടുമ്പോഴേക്കും അതിൻ്റെ താഴെ ഒരു 500 കമൻറ്റ് വരും, ഫിഷിംഗ് വീഡിയോ മടുത്തു, കിളിക്കൂടിൻ്റെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തന്നെ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്, ഏത് തരത്തിലുള്ള വീഡിയോസാണ് ആൾക്കാർക്ക് ഇഷ്ടം, അതായത് കിളിക്കൂടിൻ്റെ ആണോ ഫിഷിംഗ് ആണോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചാനലിലുണ്ട്, പിന്നെ നമ്മുടെ ഫാമിലി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും പറ്റിയ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്തായിരിക്കും ഇടുന്നത്, ഒരു ഫിഷിംഗ് വീഡിയോ, ഒരു കിളിക്കൂട് വീഡിയോ, പിന്നെ എന്തെങ്കിലും ഫാമിലി വീഡിയോ, അങ്ങനെ ആയിരിക്കും ഇടുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഐവിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹേയ് ബ്രദർ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്. If you are coming to London, please let me know so that I can come and see. പ്രാക്ടിക്കലി ഭയങ്കര പാടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ പലരെയും കാണാൻ ശ്രമിക്കാറുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ അടുത്ത പ്രാവശ്യം ലണ്ടൻ വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഇടാം. പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മീറ്റ് ചെയ്യാം കേട്ടോ. മോഹിത് വൈബറാണ്, എങ്കിൽ നമ്മുടെ ഏവിയറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ് ഇൻ യുവർ ഏവിയറി? എൻ്റെ ഫേവറേറ്റ് പെറ്റ് കോക്കുവാണ്. അഞ്ജുവിൻ്റെ എന്നാലും ഫേവറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ കോക്കുവാണ് കേട്ടോ. അഞ്ജുനും കോക്കുവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് നോക്കാം. കോക്കു മാത്രം അഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലത്തുള്ളൂ, അതുകൊണ്ടാണ് അഞ്ജുന് കോക്കുവിന് ഇഷ്ടം. എന്താണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം? അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹിമ കൃഷ്ണയാണ്. എന്താണ് ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ശരിക്കും ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാര്യം ആഗ്രഹങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആർക്കും നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം മാത്രം കാണത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പം ലാസ്റ്റ് മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി മേടിച്ചപ്പോഴേക്കും എൻ്റെ ആഗ്രഹം മിനി കൂപ്പർ മേടിക്കാനായിട്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് ഫോർഡ് മസ്താങ് എന്ന് പറഞ്ഞൊരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് മേടിച്ച് കഴിയുമ്പോഴേക്കും അതിനേക്കാളും വലിയൊരു വണ്ടിയോ, അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റിയൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫെർണാണ്ടസ് ബെന്നിയാണ്. മിസ്സിങ് സ്നേക്ക് ഹെഡ് ഫിഷിംഗ്. സ്നേക്ക് ഹെഡ് ഫിഷിംഗ് മിസ് ചെയ്യുന്നു എന്നാണ് കമൻറ്റ്. ശരിക്കും സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ഞാൻ നിർത്തിയതാണ് കംപ്ലീറ്റ് ആയിട്ട്. കാര്യം നമ്മളൊരു 40-50 വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് വന്നൊരു കമൻറ്റാണ്, ഈ ചാനലിൽ സ്നേക്ക് ഫിഷിംഗ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഒരിക്കലും സ്നേക്ക് ഹെഡ് ഫിഷിംഗ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നിർത്തിയ കണ്ടൻറ്റാണ് സ്നേക്ക് ഹെഡ് ഫിഷിംഗ്. അത് ചെയ്യണോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുവാണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷേ ഇതൊരു ഒറ്റ കമൻറ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കമൻറ്റ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ ചാനലിൽ അടുത്ത് വരുന്ന വീഡിയോസ് ഈ പറഞ്ഞ നവംബർ മാസം ഇന്ന് 1-ാം തീയതിയാണ്. ഇനി വരുന്ന നവംബറിൽ വരുന്ന വീഡിയോസ് നമ്മൾ ഈ പറഞ്ഞ ഒരു 3 ഫിഷിംഗ് സീരീസും നമ്മുടെ ഫാമിലി വീഡിയോസും ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം വെച്ചാൽ ഇവൾക്കും പനി പിടിച്ചിരിക്കുവാണ്. എനിക്കും പനിയാണ്, എൻ്റെ കുറഞ്ഞു വന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും മൂക്ക് അടഞ്ഞിരിക്കുവാണ്. അതുകൊണ്ടാണ് അഞ്ജു ഇന്ന് അങ്ങനെ അധികം ഒന്നും മിണ്ടാതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനലിൽ വീഡിയോസ് പറയുമായിരിക്കും കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ, ഇതും പിടിച്ചോട്ടെ, ഇതൊരു നല്ല സാധനമാണ്. അവിടെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് വരും. നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു കേട്ടോ. എന്നാണ് നീ പറയാനേ? അച്ചൂർക്ക് ഉണ്ടായിരുന്നേ.